എന്താടി അച്ഛൻ ഇവിടുന്ന് എസ്കേപ്പ് ആവണ്ട പെട്ടെന്ന്. ഇതിന് പോയാലും നമുക്ക് മറ്റേ വണ്ടി. നമസ്കാരം ലൂസി, ഈ പെൺകുട്ടികളെ എപ്പോഴാണ് അവിടെ എത്തിയതായി അറിഞ്ഞത്? ലൂസി ആ സമയത്ത് കടയിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനില്ലായിരുന്നു. എന്റെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു, മാനേജറൊക്കെ. അപ്പൊ ആർക്കും മലയാളം അറിയത്തില്ല. 2 പിള്ളേർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവര് താഴേന്ന് പറഞ്ഞു ആ പിള്ളേർക്ക് എന്താ ചെയ്യണം, അവർക്ക് ഭാഷ അറിയത്തില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു മാനേജറെ വിട്ടു, മലയാളിയാ. അപ്പൊ അവള് പോയിട്ട് വന്നിട്ട് പറഞ്ഞു ആ പിള്ളേർക്ക് മുടിയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണം, അവർക്ക് വൈകുന്നേരം വരെ സമയമുണ്ട്. അങ്ങനെ അപ്പൊ ട്രീറ്റ്മെന്റ് ഇതൊരു ഉച്ച എത്ര മണി എക്സാക്ട്ലി എനിക്കിപ്പം അറിയത്തില്ല. ഉച്ചയോടുകൂടി അവരെത്തിയത് അല്ലേ? ഇത് മുംബൈയിൽ കൃത്യമായിട്ടും ഈ ലൊക്കേഷൻ എവിടെയാ? ഇത് CST സ്റ്റേഷനിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ഹാൻഡ്ലൂം ഹൗസ് എന്ന് പറയും. ഓ, CST സ്റ്റേഷനിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. വാക്കിംഗ് ഡിസ്റ്റൻസ് ഹാൻഡ്ലൂം ഹൗസ്. അപ്പൊ ഇവര് CST സ്റ്റേഷനിൽ വന്നിട്ടുണ്ടാവും, അവിടെ നിന്നാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. അവിടെ നിന്നായിരിക്കും വന്നത്, അറിയത്തില്ല എങ്ങനെ. ഉച്ചയ്ക്ക് CST ഈ കേരളത്തിൽ നിന്ന് വരുന്ന തീവണ്ടി ഉണ്ടോ? CSTയിൽ എത്തുന്ന വണ്ടി ഏതെങ്കിലും ഉണ്ടോ? ഉച്ചയ്ക്ക് അവിടെ എത്തുന്ന വണ്ടി അതൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, നോ ഇഷ്യൂ, അത് നമുക്ക് കണ്ടുപിടിച്ചോളാം. എനിവേ അവര് വന്നപ്പോ മുഖമൊക്കെ ഒത്തിരി മറിച്ചൊക്കെയാ വന്നേന്ന് പിള്ളേര് പറഞ്ഞേ. ഓ, മുഖം മാസ്ക് ചെയ്താണ് വന്നത്. വെയില്. അതെ. ഇപ്പൊ നോർമലി അങ്ങനെ വരാറില്ല. പിന്നെ ഞാനും വിചാരിച്ചില്ല ബൈക്കിന് വന്നതോ അങ്ങനെ വല്ല ആകാം. അങ്ങനെ നമ്മൾ അത്ര കാര്യമായിട്ട് ചിന്തിച്ചില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ താഴെ ചെന്നപ്പം അവിടുത്തെ എന്റെ സ്റ്റാഫ് പറഞ്ഞു മാഡത്തിന് ആ പിള്ളേരോടൊന്നും ഉണ്ടാവും, അവർക്ക് ഒരു ഭാഷ അറിയത്തില്ല, മലയാളം അറിയത്തില്ല, അല്ല സോറി ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുവാ? പറഞ്ഞു ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് വരുവാ, സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞേ. ഇവിടെ എന്തിനു വന്നാ? ഇവിടെ ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു. മാരേജിന് അറ്റൻഡ് ചെയ്യാൻ വന്നതെന്നാണ് പറഞ്ഞത് അല്ലേ? അതെ. അപ്പൊ ആരുടെയാന്ന് ചോദിച്ചപ്പോ ഫ്രണ്ടിന്റെയാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു ഫ്രണ്ട് എന്ന് പറഞ്ഞ മലയാളിയാണോ? അപ്പം പറഞ്ഞ അല്ല. അപ്പൊ ഏത് ജാതിക്കാരത്തെ? അവൻ പറഞ്ഞു അത് അറിയത്തില്ല. പിന്നെ എങ്ങനെയാ ഫ്രണ്ടായേ? അത് പറഞ്ഞു ഇത് ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാന്ന് പറഞ്ഞു. ആരുടെ? പിന്നെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടിന്റെ കല്യാണം കൂടാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. അതെ അങ്ങനെ പറഞ്ഞു. പിന്നെ ലൂസി തന്നെ നേരിട്ട് ഈ 2 കുട്ടികളുമായിട്ട് സംസാരിച്ചു അല്ലേ? ഞാൻ സംസാരിച്ചു. അവര് പേരൊക്കെ കൃത്യമായിട്ടും ഫാത്തിമയെന്നോ അശ്വതിന്നാണോ പറഞ്ഞത്? അതെ. അപ്പൊ നമുക്കങ്ങനെ സംശയം തോന്നില്ല. അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ പിന്നെയും എന്നെ എന്റെ ഓഫീസിലായിരുന്നു മോളില്. ഓഫീസിൽ നിന്ന് എന്റെ സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞു മാഡം ഒന്നും കൂടെ വരാമോ, ഈ പിള്ളേര് പോകാൻ ഭയങ്കരമായിട്ട് ധൃതി കൂട്ടുന്നെന്ന്. അപ്പൊ ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും? അപ്പൊ ഒരു 4 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. 4 മണി, ഏകദേശം 2 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? 2 അല്ല, അവിടെ 4-4.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ഓ, അപ്പൊ 11 ട്രീറ്റ്മെന്റിന്. അപ്പൊ ഞാനൊക്കെ പറഞ്ഞു എത്തി. അപ്പൊ ഞാനപ്പോഴത്തേനും പറഞ്ഞു പിന്നെ പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റത്തില്ല, ഈ ട്രീറ്റ്മെന്റ് മൊത്തം പെനട്രേറ്റ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഇരിക്കണം. അവൻ പറഞ്ഞു ഞങ്ങൾക്ക് പനവേലിൽ എത്തണം, 6 മണിയാകുമ്പോൾ പനവേലിൽ എത്തണം. ഞാൻ പറഞ്ഞു 6 മണിയാകുമ്പോൾ പനവേലിൽ എത്താൻ പറ്റില്ല, അത് ഒത്തിരി ദൂരമല്ലേ, ഞങ്ങൾ ഇവിടുന്ന് ബസ്സിന് പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബസ്സിന് പോകത്തില്ല, ട്രെയിനിനെ പോകാൻ പറ്റത്തുള്ളൂ, ബസ് ഭയങ്കര ദൂരം, ട്രാഫിക്കൊക്കെ അല്ലേ, നിങ്ങൾക്ക് ഇവിടെ ഒന്നും അറിയത്തില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല ഞങ്ങൾ പുതിയത്, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും അറിയത്തില്ല എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിവേ ട്രീറ്റ്മെന്റ് കഴിയട്ടെ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഞാൻ വെളിയിൽ പോയി കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് പിന്നെ ഞങ്ങൾക്ക് ഫോണില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് ഫോൺ ചെയ്യാനാന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ചോദിച്ചു. ഓക്കെ. അപ്പൊ നമ്മൾ ഫോൺ കൊടുത്തപ്പോഴത്തേനും ആരെയോ വിളിച്ചു, ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ഞാൻ എന്റെ ഫോണുമായിട്ട് പോയപ്പോ പിന്നെ ഒരു ആൺകുട്ടി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മിസ് കോൾ ഇട്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ല. അപ്പഴേ എനിക്ക് ഓർമ്മ, ഞാൻ ചോദിച്ചു 2 പെൺപിള്ളേര് വന്ന് അവരിട്ട് എന്റെ ഫോൺ കൊണ്ടായിരുന്നു, അവരായിരിക്കും. മലയാളത്തിലാണോ ഇയാൾ സംസാരിക്കുന്നത്? അതെ അയാൾ മലയാളത്തിലാ. മലയാളി. അയാൾ എവിടെയുള്ളതാണെന്ന് അറിയാമോ? ഇല്ല, അറിയത്തില്ല. ആ നമ്പർ ഇപ്പോൾ മാഡത്തിന്റെ ഫോണിൽ ഉണ്ടാവില്ലേ? ഉണ്ട്. ആ നമ്പർ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫോർവേഡ് ചെയ്ത് തരുമോ? തരാം. പറഞ്ഞോളൂ. അപ്പം മാഡം ആ കുട്ടിയുമായിട്ട് സംസാരിച്ചു, ആ ആൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ ആൺകുട്ടി എന്താ പറഞ്ഞത്? ആൺകുട്ടി പറഞ്ഞു ഞാൻ മിസ് കോൾ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞേ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ട് ചോദിച്ചു ആ പിള്ളേർക്ക് ഒന്നും കൂടെ കൊടുക്കാമോ? ഞാൻ പറഞ്ഞു ഞാനും അവിടെ ഇല്ല, ഞാൻ വെളിയില്ല എന്ന് പറഞ്ഞു. ഞാൻ മറന്നുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും ചോദിച്ചു ഒന്ന് കൊടുക്കാമോ? പിന്നെ ഞാൻ വിളിച്ചു. അപ്പോഴത്തേനും 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 ഞാനൊരു സ്റ്റാഫിന്റെ ഫോൺ കൊടുത്തപ്പോ ഇവരെന്തോ സംസാരിച്ചു.
അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഈ പയ്യൻ എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുവാണ്, ഈ പിള്ളേർക്ക് ഇങ്ങോട്ട് വരാൻ അറിയത്തില്ല, ലൊക്കേഷൻ ഒന്ന് അയക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അപ്പൊ ആ കുട്ടി, ഈ ആൺകുട്ടി അയാളെ പരിചയപ്പെടുത്തുന്നുണ്ടോ? അയാൾ ഇന്ന സ്ഥലത്തുള്ള ആളാണ്, അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറഞ്ഞില്ല. അങ്ങനെ 6 കൂട്ടിയൊരു പേര് പറഞ്ഞു. മുംബൈയിൽ അയാൾ ഉണ്ട്? അപ്പോ ഉണ്ട്, മുംബൈയിലുണ്ട്. ഓ, അയാൾക്ക് ഈ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. CST വീണ്ടും അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, പിള്ളേരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഫോണിൽ കൂടെ, ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോ, ഞാൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, മോളെ അവിടെ ഇരുന്നോ, നിങ്ങളുടെ ഫ്രണ്ട് ഇവിടെ വരും, നിങ്ങൾക്ക് വഴി തെറ്റിപ്പോവും, ഫ്രണ്ട് ഇവിടെ വന്ന് കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞേ. അപ്പോഴത്തേനും ഓക്കെ എന്നും പറഞ്ഞു. ഞാൻ വിചാരിച്ച ഒരു മുകളിലുണ്ടായിരിക്കും, അവിടെ മുകളിലോട്ട് കയറി പോകുന്ന കണ്ടു, മെജനൻ ഫ്ലോറിലേക്ക്, ലേഡീസ് സെക്ഷൻ. പിന്നെ അത് കഴിഞ്ഞപ്പോഴല്ലേ അറിയുന്നത്. അപ്പൊ ഞാൻ സ്റ്റാഫിനോട് ചോദിച്ചു, പറഞ്ഞു ഇല്ല, മാഡത്തിന്റെ ഫോൺ വന്നു കഴിഞ്ഞാൽ അന്നേരം അവരിറങ്ങി ഓടിക്കളഞ്ഞെന്ന്, നല്ല പോയെന്ന്. മാഡത്തിന്റെ മാം ഫോൺ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഒരു 4:30 മണിയായിട്ടുണ്ടാവും അല്ലേ? ഒരു 5 മണിക്കായി കാണും. 5 മണിയായി കാണും. ഇയാൾ 2-3 തവണ വിളിച്ചു, 3ാമത്തെ തവണ വിളിച്ചപ്പോഴാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ 5 മണിയായിട്ടുണ്ടാവും. അയാൾ ഇങ്ങോട്ട് വരുമാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ, പിള്ളേർ അവിടെ വെയിറ്റ് ചെയ്യുന്നു. എന്നോട് പറഞ്ഞു ഓക്കെ എന്നും പറഞ്ഞ് പിള്ളേർ ഇരിക്കുന്നത് കണ്ടതാ. പിന്നെ ഞാൻ ക്യാമറയിൽ കൂടെ കണ്ടത് പിള്ളേർ അവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഈ പോലീസിന്റെ ഒക്കെ ഫോൺ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇയാൾ വിളിച്ചിരുന്നോ പിന്നീട്? ഇല്ല, വിളിച്ചില്ല. അത് കഴിഞ്ഞ് വിളിച്ചില്ല. അയാൾ എവിടെയാ ഉള്ളതെന്ന് അയാൾ എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ? ഈ മുംബൈയിൽ എവിടെയാണെന്ന് ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഒന്നും പറഞ്ഞില്ല. CST അങ്ങോട്ട് വരുന്നെന്നാ പറഞ്ഞത്. അപ്പൊ ഒരുപക്ഷെ CST പരിസരത്ത് തന്നെ ഇയാൾ ഉണ്ടായിരുന്നിരിക്കാം അല്ലേ? ആയിരിക്കും. അങ്ങോട്ട് ഈ കടയുടെ ലൊക്കേഷൻ പറഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായിരുന്നോ? മനസ്സിലായോന്ന് എനിക്കറിയില്ല ലൊക്കേഷൻ. അയാൾ ഇവിടെയുള്ള ഈ ശബ്ദം കേട്ടപ്പോൾ പ്രായമുള്ള ആളുടെ പോലെയാണോ തോന്നിയത്, അതോ അതല്ല കുറച്ച് കുട്ടിയുടെ പ്രായമായിരുന്നോ ഇയാളുടെ ശബ്ദം കേട്ടപ്പോ? അയാളും ഒരു മുസ്ലിം, മഞ്ചേരി ഒരുപോലെ എനിക്ക് തോന്നിയത്. ആ സ്ലാങ് പോലെ. അപ്പൊ ഈ എടവണ്ണ സ്വദേശി ആയിരിക്കും, ഈ മഞ്ചേരി സ്വദേശി ആയിരിക്കും. അങ്ങനെ വല്ല ആയിരിക്കും. അയാളുടെ പേര് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ മാം? മാം പേര് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ ലൂസി മാം? എനിക്കറിയത്തില്ല. അയാളുടെ പേര് 6 കൂട്ടി എന്തോ റൈസ് അങ്ങനെ എന്തോ. ഈ കുട്ടികൾ വന്നപ്പോ റഹീസ് അസ്ലം എന്നായിരുന്നു. റഹീസ് അസ്ലം. അതെ, റഹീസ് എന്നായിരുന്നു. ഓക്കെ, അപ്പൊ അയാൾ തന്നെയാണ്. ഞങ്ങൾക്ക് കിട്ടിയ വിവരം കറക്റ്റ് ആണ്. റഹീസ് എന്ന് പറയുന്ന ആളാണ് വിളിച്ചത്. അപ്പൊ അയാൾ വിളിച്ചപ്പോ അയാൾക്ക് വലിയ ടെൻഷൻ ഉള്ളതായിട്ടാണോ അയാൾക്ക് തോന്നിയത് മാം വിളിച്ച സമയത്ത്? ഇല്ല, അയാൾക്ക് ടെൻഷൻ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അയാൾ കൂളായിരുന്നു. ഇയാള് ഇവരെ കാത്തിരിക്കുന്നത് പോലെയാണ് തോന്നിയത് അല്ലേ? അതെ. അപ്പം ഇയാൾ പനവേലിലാണെന്ന് മറ്റോ പറഞ്ഞിരുന്നു? ഒന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെ? ഈ പനവേലിലാണെന്ന് മറ്റോ ഇയാൾ പറഞ്ഞിരുന്നോ റഹീസ്? ഇല്ലല്ലോ. അയാളും പനവേലിനൊക്കെ പേര് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പിള്ളേര് പനവേലിന് പോകണമെന്നും പറഞ്ഞു. ഓക്കെ. അപ്പൊ ഈ റഹീസിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ആയിരിക്കും ഈ കുട്ടികൾ വന്നിട്ടുണ്ടാവുക പനവേലിലേക്ക്. അപ്പൊ ഇയാളെ കാത്തവിടെ ഇയാൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കുട്ടി ഇറങ്ങിപ്പോയി അല്ലേ 5:30 ആയപ്പോഴേക്കും? ഇല്ല, കാത്തിരുന്നില്ല. അതാണ് ഞാൻ വിചാരിച്ച ഇവര് കാത്തിരിപ്പുണ്ടായിരിക്കുന്നത്. പിന്നെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 10 മിനിറ്റിനകമായിട്ട് എനിക്ക് ഫോൺ വന്നു, പോലീസാണെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവരിവിടെ മുകളിൽ ഇരിപ്പുണ്ട്, അയാളെ കാത്ത് അവരെ പിള്ളേരെ എടുക്കാൻ വേണ്ടി ഒരു മനുഷ്യനിപ്പം വരും എന്ന് പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ എന്റെ സ്റ്റാഫ് പറഞ്ഞില്ല മാഡം, അത് അന്നേരം പോയി, ഫോൺ വന്ന് അന്നേരം പോയി, അവര് നിന്നില്ലെന്ന്, ചെറുതിയാണെന്ന് പറഞ്ഞ് പോയെന്ന്. ഓക്കെ, ഞാൻ വെച്ചോട്ടെ. ഓക്കെ മാം, ആ നമ്പർ ഞങ്ങൾക്കൊന്ന് ഫോർവേഡ് ചെയ്ത് തരണേ. തരാം. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.